നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. അവിടെ സുജു ടി ബാബുണ്ട്. സുജു ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മഴയിൽ വെള്ളക്കെട്ടുകൾ തീർത്ത ദുരിതങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് കേട്ടിരുന്നു. പാലം അടക്കം കരകവിയുന്ന സാഹചര്യം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ എവിടെയാണ് സുജു ടി ബാബു ഉള്ളത്? അജിംഷാ, ഇപ്പോൾ പത്തനംതിട്ട കടപ്ര പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ അമ്മച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ബുദ്ധിമുട്ട്, അതായത് വെള്ളം വീടിൻ്റെ മുമ്പിൽ കെട്ടിക്കിടക്കുവാണ്. വലിയ ബുദ്ധിമുട്ടാണ്. അമ്മച്ചി കൈപിടിച്ചോ, നമുക്ക് കയറിയിട്ട് സംസാരിക്കാം. അമ്മച്ചിക്ക് സംസാരിക്കണമെന്നാണ് പറയുന്നത്. വെള്ളം ബുദ്ധിമുട്ടാണ് ഇവിടെ മൊത്തം ബുദ്ധിമുട്ടാണ്. ഒരു മാക്ക് തുടിക്കുമ്പോഴേ ഈ വെള്ളം ഇങ്ങോട്ടിങ്ങ് വരും. ഒരു ഇതല്ലേ? ഇന്നലെ വൈകിട്ട് കയറിയോ? ഇന്നലെ വൈകിട്ട് കയറിയതാ. ആണല്ലേ? അമ്മച്ചി, വേറൊരു പ്രശ്നമുണ്ട്. അമ്മച്ചി ഈ നോക്കി, ഇവിടെ മൊത്തം കുപ്പിയും പ്ലാസ്റ്റിക്കൊക്കെ കിടക്കും, ആറ്റിക്കൂടെ ഒലിച്ചു വരുന്നത്. ആളുകളുടെ ഒരു പ്രശ്നമല്ലേ? ഞങ്ങളല്ലല്ലോ, ആറ്റിക്കൂടെ വരുന്നതാ, ഒഴുക്കിന് ഇങ്ങോട്ട് വരുന്നതാ ഇതൊക്കെ. അതിനെപ്പറ്റി അജിംഷാ, ഈ കുപ്പി മാലിന്യത്തെ പറ്റി സംസാരിക്കാൻ നമ്മുടെ ഒരു 8-ാം ക്ലാസ് വിദ്യാർത്ഥി അശ്ബിൻ ഉണ്ട്. അശ്ബിൻ അതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ട് ഈ കാര്യം പറയുന്നതാണ്. അശ്ബിൻ ഒന്ന് അഖിലേഷേ, അശ്ബിൻ മോനെ, ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒഴുകി വരുന്നു മഴവെള്ളത്തിലല്ലേ, എന്താ മോന് പറയാനുള്ളത്? ഇത് ഈ കാശുകാരായിട്ടുള്ളവരാണ് ഇത് കൂടുതലും ഇങ്ങനെ കളയുന്നത്. അതിൽ കൂടുതൽ ഈ മീനിൻ്റെ വേസ്റ്റും ചിക്കൻ വേസ്റ്റൊക്കെയാണ് വരുന്നത്. കഴിവതും ഇങ്ങനെ വെള്ളത്തിൽ പ്ലാസ്റ്റിക്കുകൾ കളയാതിരിക്കുക. അതാണ് അജിംഷാ, വളരെ പ്രസക്തമായ കാര്യമാണ് അശ്ബിൻ എന്ന കൊച്ചു പയ്യൻ പറയുന്നത്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ കുട്ടിക്കുള്ളൊരു ബോധം നമ്മുടെ പല മുതിർന്ന ആളുകൾക്കും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ രണ്ട് പ്രശ്നം, ഒന്ന് നമ്മളിപ്പോൾ ആദ്യം ശരിയാണ് ഈ സുജു ടി ബാബു, ഈ നമുക്ക് ഈ മഴയുടെ കെടുതിയുടെ ഇടയ്ക്ക് ഈ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ലളിതമായി തോന്നാം, എന്നാലും വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ്. കാരണം ഈ മാലിന്യമൊക്കെ ഉപേക്ഷിക്കുന്നു, ഇതൊക്കെ പാവങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വന്ന് വെള്ളം കെട്ടി നിറയുന്നവരുടെ വീടുകളിൽ വന്ന് അടിയുന്നതുണ്ടാകുന്ന ഇരട്ടി ആഘാതം, അതൊക്കെ വലിയ വിഷയമാണ്. പക്ഷേ നമുക്ക് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടൊന്ന് ഫോക്കസ് ചെയ്താൽ എന്തൊക്കെയാണ് അവരുടെ ദുരിതങ്ങൾ, എത്ര പ്രദേശങ്ങളിലാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് എന്നതൊന്ന് നോക്കിയാൽ, ആ അമ്മ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ വന്ന വെള്ളമാണ് അവിടെ കെട്ടി നിൽക്കുകയാണ്. അജിംഷാ, അജിംഷാ, നമുക്ക് മഴക്കെടുതിയായിട്ട് ഇപ്പം ഞാൻ ഈ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ വീട്ടിലേക്ക് പോകുമ്പോൾ എത്രമാത്രം വെള്ളം ഈ വീടിൻ്റെ മുറ്റത്തുണ്ടെന്ന്. കുറച്ചുകൂടെ ഇപ്പം ഇന്നലെയൊക്കെ അവർ പറയുന്ന കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു, ആഴത്തിലുണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. വലിയ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ വീട്ടിലെ ആളുകളോട് തന്നെ ചോദിക്കാം. ചേച്ചി, വലിയ ബുദ്ധിമുട്ടാണല്ലേ? അയ്യോ, വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ദൈവം തരുന്ന ആയുസ് കൊണ്ട് ഞങ്ങളിവിടെ കിടക്കുന്നതേ ഉള്ളൂ. ബുദ്ധിമുട്ട് പറയുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവരും പറയും, നമുക്ക് ഓരോരുത്തർ നിൽക്കുമ്പം പറയും നമുക്ക് അങ്ങനെ ചെയ്തുതരാം ഇങ്ങനെ ചെയ്തുതരാം. പിന്നെ ഇത് ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു വ്യക്തികളെ നമ്മൾ കാണാറുമില്ല, എടുക്കാറുമില്ല. നിങ്ങളുടെ വാർഡ് മെമ്പർ സൂസൻ രാവിലെ പ്രതികരിച്ചു, ക്യാമ്പിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നാ പറയുന്നത്. ക്യാമ്പിലേക്ക് ഇപ്പം നമ്മൾ ക്യാമ്പിലെ ദുരിതവും നമ്മൾ അനുഭവിച്ചു വെച്ചിരിക്കുന്നവരാ. ക്യാമ്പിൽ ചെന്നാലും അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഈ വീടുകളിലെ കുടിവെള്ള പ്രശ്നമുണ്ട്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് കയറി നോക്കിയാൽ അറിയാം ആറേതാ കരയേതാന്ന് അറിയാൻ മേലാത്ത വിധത്തിൽ കിടക്കുക ഞങ്ങളുടെ വീട്. നമ്മൾ കാണുന്നതിന് തൊട്ടപ്പുറത്താണ് ഈ മണിമലയാറും പമ്പയും സംയോജിച്ച ശേഷം ഓടുന്ന കടപ്ര ഭാഗത്തെ പമ്പ നദിയുടെ ഭാഗമാണ്. ഈ വീട്ടിൽ നിന്ന് ആറേതാണ് നദി ഏതാന്ന് ചേച്ചി പറയുന്ന കറക്റ്റ് കാര്യമാണ്. കാരണം ആറേതാ നദി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവർ ഏറ്റവും പറഞ്ഞ ഇവർക്ക് ഈ മഴക്കെടുതിൽ ഈ വെള്ളം വീട്ടിലേക്ക് കയറുമ്പോൾ ഏറ്റവും വേസ്റ്റ് വെള്ളം, അതാ പയ്യൻ പറഞ്ഞ കോഴിയിറച്ചി ഉൾപ്പെടെയുള്ള. ഇനി ജില്ലയിലെ മുഴുവൻ സ്ഥിതിയിലേക്ക് വരുമ്പോൾ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതിനോടൊപ്പം തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഒന്ന് സെന്റ് തോമസ് സ്കൂളിലാണ്. അത് തോലശ്ശേരി അല്ലെങ്കിൽ തിരുമൂലപുരം ഭാഗത്തെ കുടുംബങ്ങളെയാണ് ഈ ഭാഗത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. നിരവധി തീർച്ചയായും സുജു ടി ബാബുവാണ് നിരവധി പേരുടെ ദുരിതങ്ങൾ നമ്മളെ അറിയിച്ചത്. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.